യഹോവ സൃഷ്ടിച്ച ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആരംഭിക്കണം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു, നാം ദൈവത്തിലുള്ളവരാകുന്നു. നിങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതികളുടെ മധ്യേ അധിവസിക്കുന്നവരായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാത വേളയിൽ അവിടുത്തെ പ്രിയമക്കളായ അടിയങ്ങൾ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ അമർന്നിലായിരുന്നു ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവകൃപയും സാന്നിധ്യവും അനുഭവിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ തരുന്നു ദൈവമേ, അവിടുന്ന് കൃപയോടെ നിങ്ങളും നടത്തിയതിനാൽ സ്തോത്രം. തുറന്നു അവിടുന്ന് കൂടെ കൃപയോടെ നടത്തുകയും എല്ലാ ആരാധനകളും ശുശ്രൂഷകളും നടത്തിക്കൊടുവാൻ സഹായിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ഈ ആരാധനയിൽ കൂടെ ഇരിക്കണമേ. അടിയങ്ങൾ ഭവനങ്ങളിൽ നിന്ന് പങ്കെടുക്കുമ്പോഴും ആലയത്തിൽ പങ്കെടുക്കുന്ന ആ അനുഭവത്തെ, ആ കൂട്ടായ്മയുടെ നല്ല അനുഭവത്തെ അവിടെ നൽകി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളാൽ നന്നായി ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കാൻ സഹായിക്കണമേ. അവിടെ നിന്ന് ഈ ആരാധനയുടെ അധ്യക്ഷത വഹിച്ച് മഹത്വം അടിയങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമെന്ന് ക്രിസ്തയേശു മുലയായിരിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന പിതാവേ, ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ 89ാമത്തെ പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വീകരിക്കാം. ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 89ാമത്തെ പാട്ട്. ആരാധനക്രമം മൂന്നാം പുറം തുല്യത്താനികൾ ഒന്നാം പാട്ട്. ആരാധനക്രമം മൂന്നാം പുറം തുല്യത്താനികൾ ഒന്നാം പാട്ട്. നമുക്ക് ദൈവത്തെ മഹത്വീകരിക്കാം. ദൈവമേ, സീയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ.
യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുകയും വരുവേൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ ചേർന്നതിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർക്കാരും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആറ് നിൽക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു, അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ പാവയും എന്റെ വീണ്ടെടുക്കാരനുമായ യഹോവേ, എന്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് നിസ്സാരമായി മാറട്ടെ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാന്മാരുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കുട്ടികളെ മുടക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒന്നുമായ പാപകുറ്റങ്ങൾ ഉണർന്നവരായി 9-ാം പുറത്ത് കാണുന്ന ആദ്യത്തെ അനുതാപ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പാപക്ഷമയ്ക്കായി യാചിക്കാം. ആരാധനക്രമം 9-ാം പുറം ആദ്യത്തെ അനുതാപ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ ആടുകളെ പോലെ അങ്ങയുടെ വഴിയിൽ ചെന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളുടെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നത് ദയയുള്ള പിതാവേ, ഞങ്ങൾ പിതാവിനോട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളെല്ലാം ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായി ജീവിത ഒതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതെല്ലാം യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിന് തന്നെ. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാർഗവും ജീവിതം ഒരുക്കുന്ന അവസരം പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിനായി അനുദിനം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വരുന്ന നന്മകൾക്കായി ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. 14-ാം പുറത്തുള്ള പൊതുവായ സ്തോത്ര പ്രാർത്ഥന നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. 14-ാം പുറം പൊതുവായ സ്തോത്രം ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണാമയനായ ഞങ്ങളോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായി ആർദ്രതയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് മഹാവിനിയും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിക്കപ്പെട്ട സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ പ്രഭാവങ്ങൾക്ക് വേണ്ടി മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കടങ്ങളില്ലാതെ തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ആളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങളെ
എല്ലാവർക്കും ഇന്നത്തേക്കായി നൽകപ്പെട്ടിരിക്കുന്ന ലേഖന ഭാഗം അപ്പോസ്തലനായ യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനം. ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്ത തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഹർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കുക. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അറിയുന്ന കടൽ തിരയ്ക്ക് സമം. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇന്നത്തേക്കുള്ള ലേഖന ഭാഗം അവസാനിച്ചു. ഇന്നത്തേക്കുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വചനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എന്റെ പിതാവ് സകലം എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ എന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് എന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവരല്ലാതെ ആരും അറിയുന്നതുമില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾക്കാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. ഇന്നത്തേക്കുള്ള സുവിശേഷം അവസാനിച്ചു. ക്രിസ്തുവിലേക്ക് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണപ്രകാരം പറയാം. ആരാധനക്രമം 22-ാം. ആരാധനക്രമം 22-ാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരുകയും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. സർവശക്തനും മഹാപരിശുദ്ധനുമായ ദൈവമേ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതവേളയിൽ അടിയങ്ങളുടെ പാഠങ്ങളായിരുന്ന ദൈവത്തേക്ക് നോക്കുവാൻ ഈ ആരാധനയുടെ ക്രമത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ക്രമമായി ഞങ്ങൾക്ക് ആലയത്തിൽ വന്നങ്ങെ ആരാധിക്കാൻ കഴിയാത്ത വിധം ലോകം ഭയങ്കരമായ രോഗത്തിന്റെ ബന്ധനത്തിൽ അടികൊണ്ടിട്ട് ആയിരിക്കുന്ന ഈ സമയത്ത് അടിയങ്ങൾ ഭവനങ്ങളിലായി നടത്തുന്ന ഈ ആരാധനയെ ദൈവമേ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ അവിടുന്ന് അധ്യക്ഷത വഹിച്ച് മഹത്വപ്പെടുകയും അടിയങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ. ഈ ആരാധനയിലൂടെ തിരുമുഖം ദർശിക്കുവാൻ, തിരിച്ചെടുത്ത് ശ്രമിക്കുവാൻ
തിരുസന്നിധിയിൽ നിന്ന് ആശ്വാസവും സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളെ സഭയെ തൃക്കരകുത്തരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമേ അവിടുന്ന് ഞങ്ങളോടുകൂടി നടത്തിയപ്പോഴായി സ്തോത്രം. സഭയുടെ നാഥനായ അങ്ങ് അടിയങ്ങളോടുകൂടി ഇരിക്കുകയും സഭയുടെ എല്ലാ ആരാധനകളും ശുശ്രൂഷകളും ക്രമമായി നടത്തപ്പെടുവാൻ സാഹചര്യങ്ങളെ ഒരുക്കി അനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കായും വ്യക്തികൾക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഓരോ ആയിരിക്കുന്ന സ്ഥലത്ത് കൃപയുടെ കരത്തിൽ വഹിച്ചുകൊള്ളവേ ആവശ്യമായ നന്മകൾ നൽകി ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിന് വിടുതൽ നൽകി സാമ്പത്തിക ഭദ്രത നൽകി ആശീർവദിക്കണമേ. ഉപജീവന മാർഗമില്ലാത്തവർക്ക് നല്ല ഉപജീവന മാർഗം നൽകണമേ. ഭവനമില്ലാത്തവർക്ക് നല്ല ഭവനത്തെ നൽകണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ സമാധാനത്തെ നൽകണമേ. ശാരീരിക ബലഹീനതയോ പ്രയാസങ്ങളുമായിരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമേ. എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യത്തെ നൽകി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ നാടുകളിൽ കോവിഡിന്റെ വ്യാപനം ശക്തമായിരിക്കുമ്പോൾ നമ്മുടെ സഭാംഗങ്ങളും പലരും ഈ രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് കൃപയോടെ കടാക്ഷിക്കണമേ. ആശുപത്രിയിലും ഭവനങ്ങളുമായിരിക്കും നമ്മുടെ മക്കളെ ദൈവമേ അവിടുന്ന് കൃപയോടെ കടാക്ഷിച്ച് പൂർണ്ണമായും രോഗത്തിൽ നിന്ന് വിടുതൽ നൽകി അവിടെ ശക്തീകരിച്ച് വഴിനടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർത്തയ മാതാപിതാക്കളെ അവിടെ ആശീർവദിക്കണമേ. ബലങ്ങളൊക്കെ വിടുവിച്ച് ബലപ്പെടുത്തി ആവശ്യങ്ങൾക്കൂടെ ജീവിതത്തെ ധന്യമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബനാഥന്മാർക്കായി നാഥന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ഭവനങ്ങളുടെ ആവശ്യങ്ങൾ ഓർമ്മിച്ച് ഭാരപ്പെടുമ്പോൾ ഭവനങ്ങളുടെ നന്മയ്ക്കായി വിവിധമായ ഉദ്യമങ്ങൾ അവർ ഏർപ്പെടുമ്പോൾ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും മക്കളോട് കൂടെ ഇരുന്ന് അവരെ ശക്തീകരിച്ച് ആവശ്യമായ നന്മകൾ നൽകി അനുഗ്രഹിച്ച് വഴി നടത്തണമേ. അവിടുന്ന് കൃപയായ ഔദ്യോഗിക ജീവിതങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കായി സ്തോത്രം. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളും വിശ്വസ്തയോട് നിറവേറ്റി അങ്ങനെ വാക്കുപെടുത്തുവാൻ സമൂഹത്തിന് നല്ല സേവനം കാഴ്ചവെക്കുവാൻ അവിടുത്തെ മക്കൾക്ക് അവിടുന്ന് സഹായിക്കണമേ. ഉപജീവനത്തിനായും ദുർഘടനകൾക്കായി വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയമുള്ളവരെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളിൽ അകലെയെങ്കിലും അവിടുത്തെ കൃപയുടെ കരുത്തിലായിരിക്കുവാനും ആയിരിക്കുന്ന സ്ഥലത്ത് അവരുടെ ജീവിതവും പ്രവർത്തന കാര്യാദികളെല്ലാം തന്നെ അനുഭവപൂർവമായിരിക്കുവാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ഉപജീവനത്തിനായി കായികമായി അധ്വാനിക്കുന്നവർ, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വാഹനങ്ങൾ ഓടിക്കുന്നവർ, ചെറിയ തൊഴിലുകൾ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ധാരാളമായ ഉപജീവനമാർഗങ്ങളും അധ്വാനിക്കുവാനുള്ള പ്രാപ്തിയും അധ്വാനത്തിന്റെ നന്മകളും നൽകി പ്രിയമക്കളെയും കുടുംബങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവനത്തിനായും കുടുംബജീവനങ്ങൾക്കായും കാത്തിരിക്കുന്ന യുവ സഹോദരങ്ങളെ തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ കൃപയോടെ കടാക്ഷിക്കണമേ. ആഗ്രഹങ്ങളെ പരിശ്രമങ്ങളെ അനുഗ്രഹിച്ച് സഫലീകരിക്കണമേ. നല്ല ഉപജീവനമാർഗം നൽകി ആശീർവദിക്കണമേ. തക്കതായ തുണകൾ നൽകി ധന്യമായ കുടുംബജീവനങ്ങൾക്ക് അവിടുന്ന് മക്കളെ ഒരുക്കണമേ. എല്ലാ വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിച്ച് പഠിക്കുവാനുള്ള ബുദ്ധി, ജ്ഞാനം, അതിനുള്ള താല്പര്യം നൽകി ആശീർവദിക്കണമേ. ലക്ഷ്യബോധത്തോടുകൂടെ നന്നായി പഠിച്ച് ഉന്നതമായ നിലകളിൽ ചേരുവാൻ നിങ്ങൾക്ക് സഹായിക്കണമേ. പഠിക്കുവാൻ കഴിയാതെ പരിമിതികളുടെ മധ്യേന ഭാഗത്തുള്ളവരെന്നവർ നടത്തുന്ന പഠനങ്ങൾ വാഴ്ത്തി അനുഗ്രഹിക്കുന്ന അവസ്ഥകളൊക്കെ മാറുവാനും പഠിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് അവിടെ സാഹചര്യത്തിൽ ഒരുക്കണമോ. പുതിയ അധ്യയന വർഷത്തെ അവിടെ അനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന +1, +2 മറ്റ് കോളേജ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമെന്ന് പരീക്ഷകൾക്കായി ചെല്ലുമ്പോൾ ദൈവത്തിന്റെ കൃപയോടെ സുരക്ഷിതമായി കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാ കുഞ്ഞുങ്ങളെ ആശീർവദിക്കണമേ. കുഞ്ഞുങ്ങളെ വെടിവെച്ച് കാത്തുകൊള്ളണമേ. ശാരീരിക മാനസികാത്മ നന്മകൾ നൽകി അനുഗ്രഹിക്കണമേ. ചെറുപ്രായത്തിൽ തന്നെ അങ്ങേയറിഞ്ഞെങ്കിൽ മാത്രമായി ഭാരതത്തിനും സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവർക്കായി അവർ ശോഭിക്കാൻ സഹായിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാരെ കൃപയോടെ കടാക്ഷിക്കണമേ. വെടിവെച്ച് കൊലപ്പെടുത്തി തക്ക സമയസുഖമായ പ്രസവം അനുഭവപ്രദമായിട്ടുള്ള ഉദരഫലവും നൽകി ആശീർവദിക്കണമേ. കുഞ്ഞുങ്ങളെല്ലാ ദുഃഖത്തിനും നിരാശയിലുമായിരിക്കുന്ന ഭവനങ്ങളെ കൃപയോടെ കടാക്ഷിക്കണമേ. പുത്രസമ്പത്ത് നൽകി ഭവനങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സമയങ്ങൾ കഷ്ടത്തിൽ അനുഭവിക്കുന്ന ജനസമൂഹങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യ പ്രയാസങ്ങളാൽ പ്രതികൂലങ്ങൾ നിമിത്തം കലാപങ്ങളാൽ നഷ്ടപ്പെട്ട അനാഥരായ വിധവമാരായി ഇങ്ങനെ പലതരത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് COVID-19 വ്യാപനം കാരണം വിലപിക്കുന്ന ലോക ജനതയ്ക്ക് വേണ്ടുന്ന ആശ്വാസം. നഷ്ടപ്പെട്ടു, ഉപജീവനമാർഗം നഷ്ടപ്പെട്ടു,
സാമ്പത്തിക ബുദ്ധിമുട്ട് ക്ലേശങ്ങൾ അകപ്പെട്ടും കർഷകരായിരിക്കുന്നവർക്കും ദൈവമേ ആശ്വാസം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോഴും രോഗികളായിരിക്കുന്നവർക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ. അവരെ ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കരങ്ങളെ ശക്തിയിൽ സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. ഡോക്ടർമാർ, നേഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്മാർ, ക്ലിനിക് സ്റ്റാഫ് ഇങ്ങനെ വിവിധ നിലകളിൽ ശുശ്രൂഷകൾ പഠിക്കുന്ന എല്ലാവരെയും അവിടെ സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. പ്രവർത്തനത്തിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എല്ലാവരെയും അവിടെ ശക്തിയിൽ സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. പ്രതിവിധിയായി നൽകപ്പെടുന്ന ചികിത്സകൾ വാർത്തകളെ പൂർണ്ണമായും ഈ രോഗമില്ലായ്മ ചെയ്യപ്പെടുവാനും ജനത സ്വസ്ഥതയോടുകൂടെ ജീവിക്കുവാനും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ജനമെല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും ഉണ്ടായിരിക്കുന്നവരോട് സഹായിക്കണമേ. ഭരണാധിപന്മാരും ജനനന്മയ്ക്ക് വേണ്ടി അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നതിന് വേണമേ. അവർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ, നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജനത്തിന് നന്മയായി വേണമേ. ലക്ഷ്യവിദ്യയിലെ നാടുകളുണ്ടായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അവർക്ക് പരിഹാരം നൽകണമെന്ന് ജനത്തിന്റെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും സംസ്കാരവും സംരക്ഷിക്കപ്പെടുവാൻ അവർക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കഴിഞ്ഞ 6 മാസത്തിലധികമായി നടന്നു വരുന്ന കർഷക സമരത്തിനെതിരെയും പരിഹാരം നൽകി ആസ്വദിക്കണമേ. ജനത്തിന്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളും ആവശ്യങ്ങളും ദൂരീകരിക്കപ്പെടുവാനും പരിഹരിക്കപ്പെടുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ അതിർത്തിയിലെ രാജ്യങ്ങളുമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരത്തിൽ നൽകിയുള്ള സംരക്ഷണ ചർച്ചകളെ അവിടെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ നടക്കുന്ന യുദ്ധം, കലാപം, പ്രശ്നങ്ങൾ, ഭിന്നതകൾ, ഭീകരപ്രവർത്തനങ്ങൾ എല്ലാം മുതലായ്മ ചെയ്യണമേ. എങ്കിലും ശാന്തിയും സമാധാനം നിലനിൽക്കുന്നതിന് സഹായിക്കണമേ. ഈ നാളുകളിൽ ഞാൻ നടന്നു വരുന്ന സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം നൽകണമേ. ജനത്തിന്റെ സ്വാതന്ത്ര്യ അവകാശം സംരക്ഷിക്കപ്പെടുവാൻ വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങൾക്ക് നിരന്തരമായ പരിഹാരം നൽകണമേ. അതിൽ നടത്തുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ ആശീർവദിക്കുന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അവിടുന്ന് മക്കളെ കുടുംബങ്ങളായ അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭാ കൗൺസിലിലെ അനുപ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ഭാരതത്തിലെ സഭകളെ നിർവഹിക്കുന്നവർ എല്ലാവരും ഐക്യത്തോട് പ്രവർത്തിക്കുന്നതിന് സഹായിക്കണമേ. ദക്ഷിണേന്ത്യ സഭയും പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ മഹാനെ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലകളിലും ജീവിതത്തിനും ശാന്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ആതുര സേവന പ്രവർത്തനങ്ങൾ, ജീവാരണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭ്യുന്നയാഭിഷേകനെയും മറ്റെല്ലാ ഭാരവാഹികളെയും അതിപൂർണ്ണമായ ശുശ്രൂഷയ്ക്കായി അനുദിനം ഒരുക്കുവഴി നടത്തണമേ. എല്ലാ ശുശ്രൂഷകളെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ദൗത്യങ്ങളെ വിശ്വസ്തയോട് നിറവേറ്റി അനുഭവപ്പെടുത്തുവാൻ എല്ലാവർക്കും സഹായിക്കണമേ. എല്ലാ ജനത്തിനായി പ്രാർത്ഥിക്കുന്ന ഓരോ സഭയുമായിരിക്കുന്ന സ്ഥലത്ത് തന്റെ മേൽ വെച്ച് വിളക്കുപോലെ ശോഭിക്കുവാൻ തക്കവണ്ണം അനുഭവമായ ആത്മീയ ശുശ്രൂഷ നിറവേറ്റപ്പെടുന്നതിന് സഹായിക്കണമേ. അടിയങ്ങളായിരിക്കുന്ന ഈ ദേശത്തൊക്കെ കരങ്ങൾക്കായിരുന്നു ഞാൻ ഈ സമാധാനവും സന്തോഷവും ദേശിക്കുന്നതിന് സഹായിക്കണമേ. ദേശവാസികൾ എല്ലാവരെയും ആശീർവദിക്കണമേ. ഓരോരുത്തർക്കും ആവശ്യമായ ശാരീരിക മാനസികാത്മ ഞങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ശക്തമായിരിക്കും ആളുകൾ പ്രയാസം കഷ്ടത വരാതെ ദൈവങ്ങളെല്ലാവരെയും സൂക്ഷിക്കണമേ. രോഗികളായിരിക്കുന്നവർക്കെല്ലാം പൂർണ്ണ സൗഖ്യം നൽകണമേ. ഈ രോഗത്തിന്റെ വ്യാപനം ഞങ്ങളുടെ ദേശത്ത് വിട്ട് ഒഴിഞ്ഞു പോകാൻ അവർക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. തരുന്നു ഈ ആരാധനയുടെ നിമിഷങ്ങൾ അവിടുത്തെ ഞങ്ങളോട് കൂടെയിരിക്കണമേ. ഈ പുതിയ ആഴ്ചവട്ടത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. എപ്പോഴും ഭയവും സംശയവും നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലടിയുണ്ടായിരിക്കുമ്പോൾ ദൈവമേ അവിടുന്ന് ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റം നൽകി ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും പ്രയാസം വരാതെ എല്ലാവരെയും ഹൃദയം സൂക്ഷിക്കണമെന്ന് ജനവും വളരെ ജാഗ്രതയോടുകൂടെ ഈ നാളുകളുടെ തങ്ങൾക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ അവിടുന്ന് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുത്ത് അവിടെ നാമത്തിൽ കൊടുക്കുകയും അവിടുത്തെ മക്കളായ ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് ക്രിസ്തയേശുവിനെ യാചിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് നന്ദി പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷയിൽ കടക്കാരുടെ രാജ്യവും ശക്തിയും എന്നേക്കുള്ളതാകുന്നു. ആമേൻ.
നാം ഇന്ന് ലേഖന ഭാഗമായി വായിച്ചു കേട്ട് യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൽ 2-3 വചനം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-3 വചനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുമെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നേണ്ടത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, വിസ്ഡം ഫ്രം എബവ്, ഇതാണ് ഈ ദിനത്തിൽ നമുക്ക് ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. വിദ്യാർത്ഥികളുടെ ഞായറായി, സ്റ്റുഡൻസ് സൺഡേ ആയി ഈ ദിനത്തെ CSI സഭ ആചരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾ പ്രവേശിച്ചു. എന്നാൽ COVID-19 വ്യാപനം കാരണം കഴിഞ്ഞ അധ്യയന വർഷം പോലെ ഈ അധ്യയന വർഷവും ക്ലാസ്സുകൾ ക്രമമായി പോയി പഠിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ആ പ്രയാസത്തിലായിരിക്കുന്ന വിദ്യാർത്ഥികളോട് നാം അവരുടെ പ്രയാസത്തിൽ പങ്കുചേരുകയാണ്. ഈ അവസ്ഥകളൊക്കെ എത്രയും വേഗം മാറി കൃത്യമായ വിദ്യാലയങ്ങളിൽ ചെന്ന് പഠിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് സാഹചര്യം ഒരുക്കണം. വിദ്യാഭ്യാസം ജീവിതത്തിന്റെ രൂപാന്തരത്തിന് വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന ആപ്തവാക്യം പറയുന്നത്. ഈ ആപ്തവാക്യത്തിന് ആധാരമായ തിരുവചന ഭാഗത്തെ നമുക്ക് സദൃശവാക്യത്തിൽ കാണാൻ സാധിക്കും. അവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, നിന്റെ സകല സമ്പത്താലും ജ്ഞാനം സമ്പാദിച്ചു കൊടുക്കുക, ജ്ഞാനം തന്നെ ശ്രേഷ്ഠം. ആ വിധത്തിൽ ജ്ഞാനം അല്ലെങ്കിൽ വിദ്യയാണ് ശ്രേഷ്ഠമെന്നത് തിരുവചനം നൽകുന്ന ദർശനമാണ്. യഹൂദ കുടുംബങ്ങൾ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. അതേ വിധത്തിൽ യഹൂദ മതത്തിന്റെ ഒരു പിന്തുടർച്ചയെന്ന് വന്ന ക്രൈസ്തവ വിശ്വാസവും വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. യേശു കർത്താവ് തന്നെ ഏറ്റവും നല്ല ഗുരു, ലോകം കണ്ട ഏറ്റവും നല്ല ഗുരു ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരം യേശു കർത്താവ്. എഡ്യൂക്കേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ അധ്യയന സാങ്കേതിക വിദ്യകൾ ഏറ്റവും അധികം ഉപയോഗിച്ചത് യേശു കർത്താവ്. കഥാരൂപേണയും ചോദ്യോത്തര രീതിയിലും ഇങ്ങനെ വിവിധമായ രീതിയിലും വളരെ കഠിനമായ ആശയങ്ങളെ ലളിതമായി കർത്താവ് പഠിപ്പിച്ചു. കർത്താവിനോടൊപ്പം തന്നെ ഒരു ശിഷ്യ ഗണം, സ്റ്റുഡൻസ് എപ്പോഴും ഉണ്ടായിരുന്നു എന്നതും നമുക്കറിയാം. സഭയും ഈ വലിയ ദൗത്യത്തെ പിന്തുടർന്നു. ഭാരതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ സർവലൗകിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് മിഷണറിമാരാണ് നമുക്കറിയാം. ഇവിടെ ഉണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായത്തിൽ വരേണ്യ വർഗത്തിന് മാത്രമാണ് വിദ്യ അഭ്യസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. സാധാരണ പിന്നാക്ക ജനത്തിന് വിദ്യയുടെ വാതിൽ തുറന്നത് സുവിശേഷമായി വന്ന ദേവദാസന്മാരാണ്, മിഷണറിമാരാണ്. അവർ പള്ളികളോടൊപ്പം സ്ഥാപിച്ചതാണ് പള്ളിക്കൂടം. അങ്ങനെ സാധാരണക്കാർക്ക് വിദ്യ പ്രാപ്യമായി തീരുകയാണ് ചെയ്തത്. ഇന്ന് വിദ്യാഭ്യാസം അതിന്റെ എല്ലാ തലങ്ങളിലും അധികമായി വികസിച്ചിട്ടുണ്ട്. ജ്ഞാനം സമ്പാദിക്കുന്നത് വലിയ ജീവിത ലക്ഷ്യമായിട്ട് എല്ലാവരും കാണുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം. എന്നാൽ ഇവിടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമെന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാത്ത ജ്ഞാനമുണ്ട്. ഇന്ന് വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് നല്ല ഇംഗ്ലീഷ് പരിജ്ഞാനം, വിവിധമായ അറിവിന്റെ സാധ്യതകളെല്ലാം ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള അറിവ്, ആ അറിവിനോടൊപ്പം മൂല്യങ്ങൾ ഇല്ലെങ്കിൽ അപകടകരമാണ് എന്നതാണ് ഇന്ന് പല സംഭവങ്ങളും തെളിയിക്കുന്നത്. പല
വിപ്ലവ സംഘടനകൾക്കും നേതൃത്വം കൊടുക്കുന്നത് പലപ്പോഴും അത്തരത്തിലുള്ള വ്യക്തികളാണ്. അവർക്ക് നല്ല ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തെ വിനാശകരമായി ഉപയോഗിക്കുന്ന ഒരു രീതി. അതുകൊണ്ട് ഇവിടെ പറയുന്ന പ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം തന്നെ ഉന്നതമായ മൂല്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനം ഉയരത്തിൽ നിന്ന് വരണമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നാം നോക്കുമ്പോൾ നാം നേടുന്ന ജ്ഞാനം നമ്മുടെ ജീവിതത്തെ വിജയകരമായി അഭിമുഖീകരിക്കുന്നതിന് തുണ ചെയ്യുന്നില്ല എങ്കിൽ ആ ജ്ഞാനം കൊണ്ട് പ്രയോജനമില്ല. ഇവിടെ യാക്കോബ് തന്റെ ഈ ലേഖനത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമുണ്ട് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത് പറയുകയാണ്, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ക്രൈസ്തവരോട് പറയുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ചിതറി പാർക്കുന്ന 12 ഗോത്രങ്ങൾ, യഹൂദ ഗോത്രങ്ങൾ, അവർ ആ കാലത്ത് AD 50 അടുപ്പിച്ചാണ് ഭയങ്കരമായ പീഡനങ്ങളുടെ മധ്യേ സ്വന്തം ദേശത്ത് യെരൂശലേമിൽ നമുക്ക് താമസിക്കാൻ കഴിയാൻ ചിതറിപ്പോയവർ ആയിരിക്കുന്ന സ്ഥലങ്ങൾ അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ പരീക്ഷകൾ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ്. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എന്താ പറയുന്നത്? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, ദാരിദ്ര്യം മാറും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറും, സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകും, നല്ല ജോലിയിൽ ലഭിക്കും, വിവിധമായ സുഖസൗകര്യങ്ങൾ ലഭിക്കും. ഇതെല്ലാം ലഭിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. അടിസ്ഥാനപരമായി പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇതാണ്: ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, നരികൾക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാനിടമില്ല. എന്നെ അനുഗമിക്കുന്നവൻ തന്നെ താൻ ത്യജിച്ച് ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇത് പറഞ്ഞ കർത്താവിനെ ആധാരമാക്കിയാണ് പറയുന്നത്. നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചാൽ എല്ലാം ലോകപരമായിട്ട് നന്മകൾ ലഭിക്കുന്നു. പക്ഷെ ഇവിടെ യാക്കോബ് പറയുന്നത് എന്താണ്? വിവിധ പരീക്ഷകൾ എന്നത് വിശ്വാസ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. വിവിധം എന്ന് പറയുന്നത് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന അനുഭവം. ഈ നാളുകളിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷമാരംഭത്തിൽ കോവിഡ് വന്നപ്പോൾ ചില ആഴ്ചകൾ കൊണ്ട് ഇത് മാറും എന്ന് പറഞ്ഞതാണ്. പിന്നെ മാസങ്ങളായി, വർഷമായി, 2 വർഷം, അത് നമുക്കറിയില്ല ആ രീതി നീണ്ടു പോവുകയാണ്. കോവിഡ് വന്നു, അതിന്റെ ഇപ്പൊ 2ാം തരംഗം, അനുബന്ധമായി ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, യെല്ലോ ഫംഗസ് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇവിടെ പരീക്ഷകൾ, ശോധനകൾ, കഷ്ടതകൾ തുടർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ എന്തെല്ലാം സംശയങ്ങളാണ്, എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? അപ്പോൾ യാക്കോബ് എന്താണ് പറയുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. ഈ പരീക്ഷകൾ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. നാം ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്നതിനെ ഇത് പരീക്ഷിക്കുന്നു എന്നാണ്, പരിശോധിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ യാക്കോബ് പറയുന്നത്. നമുക്കറിയാം, ആദിമസഭയുടെ കാലഘട്ടത്തിൽ ശോധനയ്ക്ക് മേൽ ശോധന, കഷ്ടതയ്ക്ക് മേൽ കഷ്ടത എന്ന സന്ദർഭത്തിൽ ദൈവത്തിൽ നിന്ന് വേർപിരിയാതെ വിശ്വാസം ഉറച്ചു നിന്ന അപ്പോസ്തലന്മാർ, വിശ്വാസികൾ, അവരുടെ പിന്തുടർച്ചയാണ് നാം. എന്നാൽ ഇന്ന് ഈ നാളുകളിൽ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ തന്നെ നാം നമ്മുടെ വിശ്വാസത്തിൽ ചഞ്ചലിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഈ വിശ്വാസത്തെ ശോധന ചെയ്യണം. എന്താണ് ശോധന ചെയ്യുന്നത്? സ്ഥിരത ശോധന ചെയ്യുകയാണ്. ഈ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിനെ ഒരു സന്തോഷമായി എഴുതുക. ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം സ്ഥിരതപ്പെടുന്നു എന്നതിനെ ഓർമ്മിച്ച് സന്തോഷപ്പെടുകണം എന്നാണ് യാക്കോബ് പറയുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്നു, ദൈവമായി കൂടുതൽ നമുക്ക് അടുത്ത് ജീവിക്കുന്നതിനും ദൈവസന്നിധിയിൽ നിന്ന് കൃപയും അനുഗ്രഹങ്ങളും ആശ്വാസവും കണ്ടെത്തുന്നതിനും സാധിക്കും. പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മെ വിട്ട് അകന്നു പോകുന്ന ദൈവത്തെ അല്ല തിരുവനന്തപുരം കാണുന്നു. ദൈവത്തിന് ഇമ്മാനുവേൽ എന്നാണ് പേര്. ദൈവം നമ്മൾ ആ ദൈവത്തെ ജീവിതത്തിന്റെ പങ്കാളിയാക്കിയിട്ടുണ്ട്.
നാം ജീവിതത്തിന്റെ പ്രതിസന്ധികളെ, പരീക്ഷകളെ, ശോധനകളെ, കഷ്ടതകളെ അഭിമുഖീകരിക്കുമ്പോൾ ആ കഷ്ടതകളിൽ ദൈവം നമ്മോട് കൂടെ നമ്മെ കൈതാവും, നമ്മെ ശക്തീകരിച്ച് വഴി നടത്തും. ആ അനുഭവം ലഭിക്കുവാനുള്ള നല്ല സന്ദർഭമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടത. ഈ കോവിഡിന്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങളെ ദൈവമായി കൂടുതലായി അടുത്ത് വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടാകുക. ഈ അനുഭവങ്ങൾ നമുക്ക് സഹായകരമായി തീരട്ടെ. എന്തിനാണ് വിശ്വാസത്തിൽ സ്ഥിരത എന്ന് ചോദിച്ചാൽ യാക്കോബിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ യാചിക്കണം. അതായത് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ വിശ്വാസത്തോടുകൂടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന തിരമാലയ്ക്ക് തുല്യനെന്നാണ്, കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളൊക്കെയും അസ്ഥിരൻ ആകുന്നു. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരത എന്നത് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. ആ വിശ്വാസ സ്ഥിരത ഉളവാക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധമായ പരീക്ഷകളാണ്. ഒന്നിനു പറയെ ഒന്നായി വരുന്ന പരീക്ഷകൾ തന്നെ ജീവിതത്തിന് തിന്മയല്ല നന്മയായി ഭവിക്കുമെന്നതിനെയാണ് അപ്പോസ്തലൻ യാക്കോബ് ഇവിടെ പറയുന്നത്. ഈ കോവിഡ്-19 വ്യാപനം ശക്തമായിരിക്കുന്ന നാളുകളിൽ നാം എല്ലാവരും പല രോഗികളായിട്ടുണ്ട്, അംഗങ്ങൾ രോഗികളായിട്ടുണ്ട്. ആർക്കെന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള സംശയത്തോടും ഭയത്തോടും കൂടെ നാം ജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ പരീക്ഷകളെ വിശ്വാസത്തിന്റെ ശോധനയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശോധനയിൽ വിജയിക്കുവാൻ തക്കവണ്ണം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവലായ ദൈവത്തോട് ചേർന്ന് ഈ ജീവിത അവസ്ഥകളെ അഭിമുഖീകരിച്ച് വിജയിക്കുവാൻ നാം ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. ദൈവത്തോട് ചേർന്ന് ജീവിച്ച് ജീവിത വിജയം വരിക്കുവാൻ നല്ല സന്ദർഭമായിട്ട് ഈ നാളുകളെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുക, വിശ്വാസത്തിൽ സ്ഥിരപ്പെടുക, അതിലൂടെ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളാണ്. വിവിധമായ പരീക്ഷകളും കഷ്ടതകളും ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാണ്. അകന്നു നിൽക്കാതെ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഇമ്മാനുവലായിരിക്കുന്ന ദൈവമേ, ഈ നാളുകളിൽ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് ഏറ്റവും അധികമായി ആവശ്യമുള്ള സന്ദർഭമാണെന്ന് അവിടെ അറിയുന്നത്. ദൈവമേ, അവിടെ എപ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കുക. സ്തോത്രം. അടിയങ്ങളോടുകൂടെയുള്ള കർത്താവിനോട് ചേർന്ന് ഞങ്ങൾ ഈ വിഷമായ ഘട്ടങ്ങളെ അഭിമുഖീകരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളോട് സഭയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, പല ഭവനങ്ങളിലും രോഗത്തിന് അടിമപ്പെട്ട് മനോവ്യഥ അനുഭവിക്കുന്നവരുണ്ട്. പ്രിയമുള്ള രോഗികളായിരിക്കുന്നതിനെ കുറിച്ച് സങ്കടപ്പെടുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരെയും തുകയോടെ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവരെ നാളുകളെല്ലാം സൗഖ്യത്തിന്റെ നാളുകളായി അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. ഈ വേദനയുടെ പരീക്ഷയുടെ നാളുകളെ ഞങ്ങൾ വിജയകരമായി അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഈ പുതിയ ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്മയായിരിക്കാൻ സഹായിക്കണമേ. സകല കാര്യങ്ങളെയും ദൈവമേ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവിടെ നാമപ്പെടുകയും അവിടുത്തെ മക്കളായ ഞങ്ങളെ ആസ്വദിക്കുകയും ചെയ്യണമെന്ന് ക്രിസ്തയേശുവിനെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന പിതാവേ, ആമേൻ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവും നിങ്ങളെ കൂടി ഇരിക്കുമാറാകട്ടെ.